ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ ഈ അന്ത്യകാലത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് നിറവേറ്റിക്കൊടുക്കുവാൻ ഉപവാസത്താലും പ്രാർത്ഥനയാലും ആയിരുന്ന് നാം പിന്മഴയുടെ അനുഭവം നേടണം എന്നതിനെക്കുറിച്ച് നാം പഠിച്ച് വരികയാണ്. സഭ സമൂഹത്തിലിറങ്ങി ദൈവവേല ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നാം പഠിച്ച് വരുന്നത്. എന്നാൽ നമ്മുടെ സഭയുടെ പുറത്ത് സുവിശേഷം വിൽക്കപ്പെടുന്നു എന്ന് ഒരു ബോർഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? സുവിശേഷം വിൽക്കപ്പെടുന്നു. നമ്മൾ പല കടകളുടെയും പുറത്ത് ചില ബോർഡുകൾ കാണാറുണ്ട്. ഇന്ന വസ്തു അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ വിൽക്കപ്പെടുന്നു എന്ന് ബോർഡ് എഴുതി വയ്ക്കാറുണ്ട്. അതേപോലെ നമ്മുടെ സഭയുടെ പുറത്ത് അല്ലെങ്കിൽ മതിലിൽ വലിയ അക്ഷരത്തിൽ സുവിശേഷം വിൽക്കപ്പെടുന്നു എന്ന് എഴുതിയാൽ എന്തായിരിക്കും അതിൻ്റെ ആഘാതം, അല്ലെങ്കിൽ എന്തായിരിക്കും ജനങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ ഇന്ന് ദൈവവേലയിൽ വാങ്ങുകയും വിൽക്കുകയും ഉള്ള ഒരു വ്യാപാരം നടക്കുന്നുണ്ടോ? അങ്ങനെ എന്താണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ഇതേക്കുറിച്ച് അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തു നൽകിയ പരിശുദ്ധാത്മ നിറവോടുകൂടി അപ്പോസ്തലന്മാർ ഇതേക്കുറിച്ച് എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ലഭിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ, നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നാം എത്തിച്ചേരുവാൻ സാധിക്കത്തില്ല. കാരണം ആദ്യമേ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും എന്ന് പറയുന്നു. അനേക വ്യക്തികൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കോട്ടിക്കളയുന്ന പഠിപ്പിക്കലുമായി നമ്മളുടെ വീടിൻ്റെ പടിവാതിൽക്ക വരെ കതകിൽ വന്ന് മുട്ടി ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും അവർ തെറ്റായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു തെറ്റിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സഭ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ത്രിവിധ ദൂതുണ്ടെന്ന് പറയുന്നു, ശബദ് ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ 666 എന്താണെന്നറിയാം. ദൈവത്തിൻ്റെ വചനം, വെളിപ്പാട് പുസ്തകം അരച്ച് കലക്കി കുടിച്ചു, അതെല്ലാം അറിയാം. നാം അതുമായി ജനങ്ങളുടെ ഇടയിൽ എത്തുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയുടെ അനുഭവം വന്നിട്ടില്ല. മാളികാമുകളിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും ആയിരുന്നതുപോലെ സഭ ആയിരിക്കേണ്ട സമയം അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. ഒരു ഭവനത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി എത്തിച്ചേരുമ്പോൾ അവർക്കാവശ്യം ആദ്യം രോഗസൗഖ്യമായിരിക്കും. അത് നേടിക്കൊടുക്കുവാൻ ഉള്ള പ്രാർത്ഥനാവരം നമുക്കുണ്ടായിരിക്കണം. അത് നമുക്ക് ഉണ്ടാകുമോ? നമുക്ക് ലഭിക്കുമോ? അത് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരുമെല്ലാം അന്ന് ചെയ്തൊരു കാര്യമല്ലേ? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനുമുള്ള അവർക്ക് അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഈ അധികാരം നമുക്കും നൽകിയിരിക്കുകയാണ്. സകല ഭൂതങ്ങളെയും അശുദ്ധാത്മാക്കളെയും പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനുമുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ സഭയ്ക്ക് ഇതിൽ പരം എന്താണ് വേണ്ടത്? ധനമാണോ? സൗകര്യങ്ങളാണോ? അല്ലെങ്കിൽ മറ്റു വസ്തുവകകളാണോ?
ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, വസ്തുവകകളും ധനവും എന്തെല്ലാം തന്നെ കുമിഞ്ഞു കൂട്ടിയാലും മാറാത്ത ദീനവും വ്യാധിയും ഇന്ന് പല കുടുംബങ്ങളിലുമുണ്ട്. എത്ര തന്നെ കാര്യങ്ങളും എത്ര തന്നെ മറ്റ് മാർഗങ്ങളും നോക്കിയിട്ട് ആ കുടുംബത്തിലൊരു അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. ഈ വസ്തുവകളെല്ലാം കൊണ്ടുവച്ചിരുന്നാലും അത് മാറാത്ത പല പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ട്. ആ അശുദ്ധാത്മാവിനെയും എന്ത് കാര്യങ്ങൾ കൊടുത്താലും മാറാത്ത ദീനവും വ്യാധിയും മാറ്റുവാനുള്ള അധികാരം ഇന്ന് സഭയ്ക്ക്, ഇന്ന് എനിക്കും നിനക്കും ദൈവം നൽകിയിരിക്കുകയാണ്. ഇതിൽ പരം എന്താണ് നമുക്ക് ആവശ്യം? എന്നാൽ ഈ അധികാരം ഒരു സെയിൽസ് ബോർഡിൽ അല്ലെങ്കിൽ ഒരു വിൽപ്പന ബോർഡിൽ എഴുതി വയ്ക്കുന്നുണ്ടോ? ഈ അധികാരം ആദ്യം ലഭിച്ചിട്ടുണ്ടോ? ഈ അധികാരം ലഭിച്ചവർ അതിനെ വിൽപ്പന ചെയ്യുന്നുണ്ടോ എന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം, അവിടെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അധികാരം നൽകിയിരിക്കുന്നു. അതേ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കുവിൻ. ദൈവം നമുക്ക് സൗജന്യമായാണ് നൽകുവാൻ പോകുന്നത്. നിങ്ങൾ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, പിന്മഴയുടെ അനുഭവം ലഭിക്കുന്നവർക്ക് ഈ ഒരു അധികാരം ഉണ്ടാകും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ പിന്മഴ ഇന്ന് സഭയ്ക്ക് ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്നവർക്കല്ല. ദശാംശം കൊടുക്കണ്ട എന്നും സ്തോത്ര വഴിപാടുകൾ കൊടുക്കണ്ട എന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അത് സുവിശേഷ വേല ചെയ്യുന്ന ദാസന്മാർക്കുള്ള വേതനം, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ദാസന്മാർക്കുള്ള വേതനമാണ്, അതൊന്നും കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ അധികാരം ലഭിക്കുന്നത് അവിടെ ദൈവം ദാനമായിട്ടാണ് നൽകുന്നത്. അവിടെ ദൈവം ദശാംശം എത്ര കൊടുത്തു, വഴിപാടെത്ര കൊടുത്തു എന്നല്ല, നീ വിശ്വസ്തനായിരുന്നു. ദശാംശത്തിൽ നീ വിശ്വസ്തനായിരുന്നു, നിന്റെ സ്തോത്ര വഴിപാടിൽ നീ വിശ്വസ്തനായിരുന്നു. ഇവിടെ ദൈവം നമുക്ക് ദാനമായി നൽകുന്നത് നാം ദാനമായി അത് നേടിയിട്ടുണ്ടോ? ആ ദാനത്തെ നാം നേടിയിട്ടുണ്ടോ? എപ്രകാരമാണ് നേടേണ്ടതെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ, മാളിക മുകളിൽ ദൈവം നൽകുവാൻ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം നൽകിയിരിക്കുന്ന ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുവാൻ ഇവിടെ അധികാരം കൊടുത്തു. അശുദ്ധാത്മാവിനെ മാറ്റുക, കുഷ്ഠരോഗികൾക്ക് രോഗസൗഖ്യം. അന്ന് കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഒരു ശാപം പോലെയാണ്. ഇന്ന് ശാപമായി നിൽക്കുന്ന പല ജീവിതങ്ങളെയും ശാപത്തിൽ നിന്നും വിടുവിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നാം നേടിയെടുക്കണമെങ്കിൽ മാളിക മുകളിൽ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ ഇരുന്ന് ഉപവാസത്താലും പ്രാർത്ഥനയാലും കണ്ണീരോടുകൂടി അവരെ ശോധന ചെയ്ത് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടെ വന്നുകൂടിയെന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് നമുക്കെല്ലാവർക്കും മാളിക മുകളുണ്ട്, നമുക്ക് സഭയുണ്ട്. നാളൊരിക്കൽ സഭയെ പൂട്ടിയിടുവാനും സഭയെ തകർക്കുവാനുമുള്ള അധികാരം വരുന്നതിന് മുൻപേ നേടിയെടുക്കുക പരിശുദ്ധാത്മാവിനെ. ഇന്ന് പലരും സഭ ശരിയല്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കാതെ ഇറങ്ങി ചെല്ലുകയാണ്. ദൈവവേലയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പോകണം, അങ്ങ് കാട്ടിൽ പോയി ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ് അവിടെ നോക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ആദ്യം നേടിയെടുക്ക്. നീ ഇരിക്കുന്ന സ്ഥലത്ത്
നിന്നെ തന്നെ നീ ക്രമീകരിച്ചില്ല എങ്കിൽ നീ എവിടെ പോയിരുന്നാലും ദൈവവേല അതിൻ്റെ അധികാരത്തോടു കൂടി ചെയ്യുവാൻ സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പറയുകയാണ്, എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നിനക്ക് ഞാൻ രോഗസൗഖ്യം നൽകുവാൻ പോകുകയാണ്. നിനക്ക് ഞാൻ രോഗസൗഖ്യം നൽകുവാനുള്ള അധികാരം നൽകുവാൻ പോകുകയാണ്. രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ആദ്യം നിനക്ക് രോഗസൗഖ്യം നൽകുവാൻ പോകുന്നു. രണ്ടാമത് നിനക്ക് രോഗസൗഖ്യം നൽകുവാനുള്ള അധികാരം നൽകുവാൻ പോകുന്നു. ഈ രണ്ട് കാര്യത്തിനും വേണ്ടി നാം പ്രാർത്ഥനയിലായിരിക്കണം. ആദ്യം നമ്മളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ നിറവേറുക. അവിടെ നമുക്കൊരു വിശ്വാസം വരും. പിന്നെ നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ അധികാരമെല്ലാം ലഭിക്കുവാൻ വേണ്ടി അധികമായിട്ടുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ഉപവാസത്താലും പ്രാർത്ഥനയാലുമായിരിക്കുക. അത് സഭയായിട്ടും കുടുംബമായിട്ടും. നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് വെറും ആഴ്ചയിൽ ഒരു ദിവസം 4 മണിക്കൂർ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. 9:30 വന്ന് തുറക്കും, 1:30 തിടുക്കത്തിൽ പോകും. നീ ദിനം പ്രതി പ്രാർത്ഥിക്ക്. നീക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നവരെ ഉപവാസത്താലും പ്രാർത്ഥനയാലും ആയിരിക്കുക. നീ ഒരു ജോലിയും ചെയ്യണ്ട, നീ ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമായിരിക്കുക എന്നല്ല ഇവിടെ ദൈവം പറയുന്നത്. നീ എല്ലാ ദിവസവും പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരിക്കുവാനും നീ എല്ലാ ദിവസവും പ്രാർത്ഥനയിലായിരിക്കുവാനുള്ള സമയം നീ കണ്ടെത്ത്. കർത്താവായ യേശുക്രിസ്തു എല്ലാ ദിവസവും ഉപവാസത്താലും പ്രാർത്ഥനയിലും ആയിരുന്നു എന്ന് പറയുന്നില്ല. യേശുക്രിസ്തു 40 രാവും 40 പകലും ഉപവാസമെടുത്തു. അധികാരം നേടിക്കൊണ്ട് നമുക്കൊരു മാതൃക കാണിച്ചുകൊണ്ട് പ്രാർത്ഥനയാൽ ലഭിച്ച പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ ദിനം പ്രതി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ നമുക്കും ആ ഒരു മാതൃക കാണിച്ചു തന്നു. ഇന്ന് നമ്മുടെ സഭ ലഭിച്ചിരിക്കുന്ന സത്യങ്ങളെ വിൽക്കുന്ന ബോർഡുമായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തുന്നുണ്ടോ? ജനങ്ങളെടുത്ത് ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ, കൊറോണ സമയത്ത് ഒരു ദിവസം പോലും വിളിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കാതെ ദശാംശവും കാണിക്കുകയും സഭയിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു വിൽപ്പന നടന്നിട്ടുണ്ടോ? നമ്മുടെ സഭയിലുള്ള വിശ്വാസി രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ പോയി അന്വേഷിക്കാതെ ഒരു ഫോൺ കോൾ പോലും ചെയ്ത് അവരുടെ ക്ഷേമം അന്വേഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നീ ദശാംശവും സ്തോത്ര വഴിപാടുകളും ആലയത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു വിൽപ്പന നടന്നിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി നാം അന്യോന്യം പ്രാർത്ഥിക്കാതെ, സഭാ ശുശ്രൂഷകൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, ആഴ്ചയിൽ ഒരു ദിവസം വിശ്വാസികൾക്ക് വേണ്ടി ഉപവാസമെടുക്കാതെ, സഭയിൽ മറ്റു ദിവസങ്ങൾ തുറന്നു വെച്ച് അവർക്ക് വേണ്ടി പ്രദേശത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാതെ, നിങ്ങൾ ശനിയാഴ്ചയാകുമ്പോൾ ശബദാകുമ്പോൾ ദശാംശം കാണിക്കുകയും കൊണ്ടുവരണം, അതിനുവേണ്ടി 3-4 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വിൽപ്പന നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് നിർത്തുക. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാൾ ഇതാ നിനക്ക് എതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദാനമായി ദൈവം നൽകിയ ചില കാര്യങ്ങൾ സഭാ ശുശ്രൂഷകന്മാർക്കുണ്ട്. ദാനമായി ചില കാര്യങ്ങൾ നൽകിയത് സഭയിലുള്ള മൂപ്പന്മാർക്കും സഭാവിശ്വാസികൾക്കുമുണ്ട്. നിങ്ങളെല്ലാവരും ഇതുമെടുത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്തുള്ള വ്യക്തികൾക്കെങ്കിലും ദാനമായി കൊടുക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ ഒരു വ്യക്തി കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു, ധനം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം
പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടി നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. എല്ലാം പദവിയും പണവും മാത്രം നേടുന്ന, അതുകൊണ്ടെല്ലാം നേടാം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഒരു വലിയൊരു ഉപദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ധനം കൊണ്ട് ഒന്നും നേടിയെടുക്കുവാൻ സാധിക്കത്തില്ല. എന്തിനാണ് ധനം കൊണ്ട് നേടിയെടുക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ധനം കൊണ്ട് നേടിയെടുത്തു കഴിഞ്ഞാൽ നാളൊരിക്കൽ ഒരു വീട്ടിൽ കടന്നു ചെന്നിട്ട് അവർ 50,000 രൂപ മാസം തോറും അവർ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവിനെ നേടിയെടുത്തുകൊണ്ട് രോഗസൗഖ്യത്തിൻ്റെ ആ ദാനം നേടിയെടുത്തുകൊണ്ട് ആ ഭവനത്തിൽ കടന്നു ചെന്നിട്ട് പറയുകയാണ്, നീ 50,000 ഒന്നും തരണ്ട, മാസം തോറും 15,000 രൂപ അല്ലെങ്കിൽ അതിൽ പകുതി 25,000 രൂപ തന്നാൽ മതി, നിന്റെ രോഗസൗഖ്യം ഞാൻ മാറ്റിത്തരും. ആദ്യം രോഗസൗഖ്യം ഞാൻ മാറ്റാം. നിനക്ക് രോഗസൗഖ്യം മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ എനിക്കെന്നും 25,000 എല്ലാ മാസവും 25,000 രൂപ തരണം. സുവിശേഷം വിൽപ്പന പട്ടികയിൽ വന്നിരിക്കുകയാണ്. പല വ്യക്തികളും പ്രാർത്ഥിച്ചിട്ട് അവർ നേർച്ച കൊണ്ടുവരുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ഈ ദിവസത്തെ കൺവെൻഷന് വേണ്ടി നേരുക, അല്ലെങ്കിൽ സഭയിലേക്ക് കൊണ്ടു ചെല്ലുക, അല്ലെങ്കിൽ ഒരു അനാഥന് അല്ലെങ്കിൽ വിധവയായിരിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുക, ഇതെല്ലാം നല്ലത് തന്നെയാണ്, അപ്പോസ്തലന്മാരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദാനമായി നൽകുന്നതിനെ നീ ദാനമായി കൊടുക്കുന്നുണ്ടോ? ആദ്യം ദാനമായി നൽകിയതിനെ നീ നേടിയെടുക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സഭയ്ക്ക് ദാനമായി നൽകിയ ചില കാര്യങ്ങളുണ്ട്. അത് ദശാംശവും സ്തോത്ര വഴിപാടുകളും സ്ഥാനമാനങ്ങളും വസ്തുവകകളും പേരും പെരുമയും ഒന്നുമല്ല. ദാനമായി നൽകിയത് രോഗസൗഖ്യം നിനക്ക് നൽകുവാനുള്ള അധികാരം. പരിശുദ്ധാത്മാവിനെ പുറത്താക്കുക, പരിശുദ്ധാത്മാവിനെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനും അശുദ്ധാത്മാവിനെ പുറത്താക്കുവാനുമുള്ള അധികാരം. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ അർത്ഥത്തിൽ ദൈവം എത്തിച്ചു തരുമ്പോൾ അതിനെ കോട്ടിക്കളയുവാനുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനം വിൽപ്പനയ്ക്ക് വയ്ക്കുന്നുണ്ടോ? ആ വിൽപ്പനയ്ക്ക് വയ്ക്കാതിരിക്കുവാൻ ആദ്യം ദൈവം ദാനമായി നൽകുന്നതിനെ ദാനമായി നേടിയെടുക്കുവാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു സഭയെ കൂട്ടാക്കി നിന്നിട്ട് നമ്മുടെ സഭയിലുള്ള ഒരു വിശ്വാസി അവന് രോഗമായിരുന്നിട്ട് ആ രോഗത്തെ നമ്മുടെ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ച് അതിനെ ആ രോഗത്തിൽ നിന്ന് വിമുക്തിയാക്കിയില്ല എങ്കിൽ നമ്മുടെ സഭ വിൽപ്പനയ്ക്ക് തന്നെ ഇരിക്കുകയാണ്. പിന്നെന്തിനാണ് ദശാംശം കാണിക്കുകയും സഭയിലേക്ക് കൊണ്ടുവരുന്നത്? സഭ പാസ്റ്ററിനെ കുറ്റം പറയുന്നു, പാസ്റ്റർ സഭാവിശ്വാസികളെ കുറ്റം പറയുന്നു. നീ നിന്നെ തന്നെ കുറ്റം പറയ്. ദൈവം എനിക്ക് നൽകിയ സഭാ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിയില്ല എങ്കിൽ സഭാ പാസ്റ്ററിന് മാത്രമല്ല ദൈവം ദാനമായി നൽകിയത് ഓരോ വ്യക്തികൾക്കും ദൈവം ദാനമായി അധികാരം കൊടുത്തിട്ടുണ്ട്. സഭാ പാസ്റ്റർ വന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിനോട് ചോദിച്ചു വാങ്ങി ആ പരിശുദ്ധാത്മ നിറവോടുകൂടി ഞാൻ അവർക്ക് ആ രോഗസൗഖ്യം നേടിക്കൊടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടുത്തെ വലിയ ദൈവമായി പോകും. അതുകൊണ്ടാണ് ദൈവം തരാത്തത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം ദാനമായി നമുക്ക് നൽകിയ ചില കാര്യങ്ങൾ ഈ ലോകത്തിലെ ഒരു ധനം കൊണ്ടും നേടിയെടുക്കുവാൻ സാധിക്കത്തില്ല. അത് നമ്മൾ വീണ്ടും ഞാൻ അത് എന്തൊക്കെയാണ് എന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ
8-ാമത്തെ വാക്യം ഇവിടെ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പിന്നെ ഈ 8-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനുള്ള അവർക്ക് അധികാരം കൊടുത്തു. ആ അധികാരം നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ? ഇന്നു മുതൽ എൻ്റെ കുടുംബ പ്രാർത്ഥന, എൻ്റെ സഭയിലെ പ്രാർത്ഥന ഈ അധികാരം നേടിയെടുക്കുവാനാണ്. എന്തിനാണ് ഈ അധികാരമൊന്നും ഒരു ചെയറും ഓഫീസും ഒന്നുമല്ല. ദൈവം നമ്മളിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നതാണ്. ഈ അധികാരം തന്നെയാണ് പിന്മഴയുടെ അനുഭവവും. അത് നമ്മൾ നേടിയെടുക്കുമ്പോൾ അടങ്ങിയിരിക്കത്തില്ല. നമ്മളെല്ലായിടത്തും നമുക്ക് ലഭിച്ച ഈ അധികാരത്തെ കൊണ്ടെത്തിക്കും. പക്ഷേ എപ്രകാരമായിരിക്കണം? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, ആത്മീയമായി മരിച്ചു കിടക്കുന്നവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. അപ്പോൾ പറയും, ഇവിടെ നിങ്ങളെന്താ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? അപ്പോൾ മരിച്ചൊരു ഉയർത്തെണിക്കണ്ടേ? തീർച്ചയായും മരണാവസ്ഥയിലായിരിക്കുന്നവർക്ക് അവരെ ആ കിടക്കയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. നാളെ മരിക്കുവാനിരിക്കുന്നവരെ പ്രാർത്ഥിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനും ജീവിക്കുവാനും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഉറപ്പ് കൊടുക്കുവിൻ. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കുവിൻ. ദാനം നേടിയിട്ട് സൗജന്യമായി എനിക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കുവാൻ ഉള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ അത് വില പറയുന്ന അവസ്ഥയിലെത്തല്ല. ഇന്ന് ഈ ദാനമെല്ലാം നമ്മുടെ സഭയിലുണ്ട്. ഈ ദാനമെല്ലാം കാണാതെ, രോഗികൾക്ക് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിക്കൊടുക്കാതെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഒരു പാസ്റ്റർ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ സന്തോഷമായിരിക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയല്ല. പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു ചേരണം. അങ്ങനത്തുള്ള ശുദ്ധിയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം ഒരു പാസ്റ്ററിന്. ഒരു കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ രോഗസൗഖ്യം, മറ്റാവശ്യങ്ങളെല്ലാം പ്രാർത്ഥനയാൽ നിറവേറ്റി കൊടുക്കുക. അത് പാസ്റ്ററിന് മാത്രമല്ല, ഓരോ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. അത് വിൽപ്പനയാകാതെ സൗജന്യമായി ലഭിച്ചതിനെ സൗജന്യമായി കൊടുക്കണം. ഇന്ന് ഈ രോഗസൗഖ്യവും മറ്റാവശ്യങ്ങളും പ്രാർത്ഥനയായി നിറവേറ്റാത്ത സഭ, പ്രാർത്ഥനയാൽ നിറവേറ്റാതെ ദശാംശം കാണിക്കുക മാത്രം ഏറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നിങ്ങളും പള്ളിയുടെ പുറത്ത് വലിയ ബോർഡ് വെച്ചിരിക്കുകയാണ്, സുവിശേഷം വിൽപ്പനയ്ക്ക്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദാനമായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ അധികാരം, ഈ ഒരു ശക്തിയെ, ഈ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുക. സഭ വിൽപ്പനയുടെ ബോർഡ് ഇട്ടിരിക്കുന്ന അതെടുത്ത് മാറ്റുകയും നമ്മൾ ദൈവത്തിൻ്റെ സഭയിൽ സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി ദശാംശം കാണിക്കുകയും അധികമായി കൊണ്ടെത്തിക്കും. അതിന് അവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയായി നിറവേറ്റി കൊടുക്കണം. അപ്രകാരം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്ന സഭയാകുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങ് അടിയങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, സുവിശേഷം വിൽക്കുന്ന തലത്തിൽ പോകാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ ദശാംശവും കാണിക്കുകയും ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.